മേരെ പ്യാരെ ബച്ചോ ആദാബ്. എല്ലാ മക്കളും സുഖമായിരിക്കുന്നോ? എല്ലാ മക്കളും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നാളെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉറുദു പരീക്ഷ എഴുതണം. റെഡിയല്ലേ മക്കളെ? നമുക്ക് ആ പരീക്ഷയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷിയുടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും റെഡിയല്ലേ? അച്ഛാ ബച്ചോ ദേക്കിയേ ഈ സാത്വീൻ ജമാഅത്ത് നമ്മുടെ 7ാം ക്ലാസ്സിലെ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ചോദ്യം നമുക്ക് നോക്കാം. റെഡി? अच्छा देखिए बच्चों, ये हम चंद जानवरों के नाम दे गए हैं. यस, अलग अलग खानों में लिखिए और किसी एक पर चंद जुमले लिखिए. നമ്മൾ എന്ത് ചെയ്യണം, താഴെ ഒരുപാട് മൃഗങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട്. ആ പേരുകൾ നമ്മൾ എന്ത് ചെയ്യണം, വ്യത്യസ്ത രീതിയിൽ തരം തിരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു മൃഗത്തെ കുറിച്ച് ജുംല തയ്യാറാക്കണം. റെഡി അല്ലേ മക്കളെ? സിമ്പിൾ ആണ്. നമുക്ക് ഈ ചോദ്യം എന്ത് ചെയ്തു, ആദ്യം ഐഡന്റിഫൈ ചെയ്തു അല്ലെ? ആ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോദ്യ പേപ്പറിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആ ചിത്രങ്ങളും നൽകും അല്ലെ? മനോഹരമായിട്ടുള്ള മൃഗങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട ആ മൃഗങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് അല്ലെ? പൂച്ചയൊക്കെ ഉണ്ട്, പൂച്ചയുണ്ട്, പശുണ്ട് അല്ലെ? അങ്ങനെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് തന്ന പേരുകൾ എന്ന് നോക്കാം അല്ലെ? ഷേർ और बंदर, गाय, ബാലു, ബക്കരി, ബില്ലി, കുത്ത, ഹിരൺ और ചീത്ത. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മൃഗങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് 2 തരത്തിൽ തരം തിരിക്കാം അല്ലെ? പാൽത്തു ജാൻവർ ഓർ ജംഗ്ലി ജാൻവർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തരം തിരിച്ചിട്ട് എഴുതാം. എന്താണ്? വളർത്തു മൃഗങ്ങളും അതേപോലെ കാട്ടിലെ മൃഗങ്ങളും എന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തരം തിരിച്ച് എഴുതാം. റെഡി അല്ലേ മക്കളെ? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? യെസ്, പാൽത്തു ജാൻവർ എന്നുള്ളതിൽ നമുക്ക് ഏതെല്ലാം എഴുതാമെന്ന് നോക്കാം. ഷേർ, സിംഹം അല്ലെ? സിംഹം ഏതിലാണ് വരുന്നത്? യെസ്, അതൊരു കാട്ടിലെ മൃഗമാണ് അല്ലെ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോളത്തിൽ ഷേർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. റെഡി അല്ലേ? ഇനി അടുത്ത് വരുന്നത് എന്താ? ബന്ദർ അല്ലെ? ബന്ദർ എന്താ? യെസ്, കുരങ്ങൻ അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജംഗ്ലി ജാൻവർ എന്നുള്ള കോളത്തിൽ എഴുതുന്നു. ഇനിയോ ഗായ് അല്ലെ? ഗായ് എന്താ? പശുവാണ്. അത് നമ്മൾ വളർത്തു മൃഗമാണ് അല്ലെ? നമ്മുടെ വീടുകളിലൊക്കെ എന്തുണ്ടാവും, പശു ഉണ്ടായിരിക്കും. അടുത്തത് എന്താണ് മക്കളെ വരുന്നത്? അടുത്തത് വരുന്നത് ബാലു. ബാലു അല്ലെ? ബാലു നമുക്ക് എന്താണ്, ജംഗലി ജാൻവറിലാണ് ബാലു വരിക അല്ലെ? അതൊരു കാട്ടിലെ മൃഗമാണ്. റെഡി അല്ലേ? ഇനിയോ ബക്കരി അല്ലെ? ആട്. അതെന്താണ്? അതൊരു വളർത്തു മൃഗമാണ്. ക്ലിയർ അല്ലേ? യെസ്, അത് നമ്മൾ എന്ത് ചെയ്തു, വളർത്തു മൃഗത്തിന്റെ കോളത്തിലേക്ക്. ഇനി ബില്ലി, അത് നമുക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ബില്ലി നമ്മൾ ഒരുപാട് കേട്ട പേരാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, വളർത്തു മൃഗത്തിന്റെ കോളത്തിലേക്ക്. പിന്നെ കുത്ത അല്ലെ? കുത്ത വരുന്നത് ഏതാണ്? യെസ്, കുത്ത വരുന്നത് എന്താണ്? പാൽത്തു ജാൻവറില, വളർത്തു മൃഗത്തിലാണ് വരുന്നത്. ഇനി ഹിരൺ അല്ലെ? ഹിരൺ എന്താണ് മക്കളെ? യെസ്, മാൻ അല്ലെ? മാൻ. ഈ പേരുകളൊക്കെ ഈ ഒരു മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ 3ാമത്തെ യൂണിറ്റ് അല്ലെ നമ്മുടെ മനസ്സിലേക്ക് വന്നു അല്ലെ? ജംഗുലിസ്ഥാൻ എന്ന് പറയുന്ന 3ാമത്തെ യൂണിറ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നില്ലേ? യെസ്. അവസാനമായിട്ട് ചീത്ത അല്ലെ? അതും എന്താണ്? ജംഗ്ലി ജാൻവറാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, വളരെ പ്രയാസമില്ലാതെ 2 കോളത്തിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു, തരം തിരിച്ചെഴുതി. ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ടല്ലോ. ഏതാണത്? യെസ്, കിസി ഏക് പർ ചന്ദ് ജുംലെ. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ജുംല തയ്യാറാക്കണം അല്ലെ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പൂച്ചയെ കുറിച്ച് നമുക്ക് എഴുതാം അല്ലെ? മനോഹരമായിട്ടുള്ള ചിത്രം മാഷ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ പൂച്ചയുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? യെസ്, ആദ്യം എന്താണ്, ഒരു വളർത്തുമൃഗമാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു വളർത്തുമൃഗമാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, മുൻപുള്ള ചോദ്യത്തിലൂടെ നമ്മൾ പഠിച്ചു അല്ലെ? പിന്നെ എന്തെല്ലാം ഉണ്ട്? യെസ്, ഹൂബ്സൂറത്ത് അല്ലെ? ഭംഗിയുള്ളതാണ് അല്ലെ? മനോഹരമായിരിക്കും. പ്രത്യേകിച്ച് എന്ത്, വെളുത്ത പൂച്ചയൊക്കെ ആണെങ്കിൽ മനോഹരമായിരിക്കും അല്ലെ? നല്ല രസമായിരിക്കും കാണാൻ. റെഡി അല്ലേ? യെസ്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ശബ്ദം നമുക്ക് കൊടുക്കാം. മ്യാവ് മ്യാവ് അല്ലെ? അതൊക്കെ പറയുന്ന ശബ്ദമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു പദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് ജുംല എഴുതി നോക്കിയാലോ മക്കളെ? യെസ്, നമുക്ക് എന്ത് പറയാം, മനോഹരമായിട്ട് പറയാം. ये बिल्ली है. പറഞ്ഞൂടെ മക്കളെ? എളുപ്പമല്ലേ? യെസ്. ഇനിയോ ബില്ലി ഏക്ക്, നമുക്ക് എന്ത് പറയാം, ബില്ലി ഒരു പദം നമ്മൾ കണ്ടെത്തിയേ. അത് നമുക്ക് എഴുതാം. എന്താണ്? ബില്ലി ഏക്ക് പാൽത്തു ജാൻവർ ഹേ. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണോ മക്കളെ? യെസ്. നമുക്കൊരു പദമായിട്ട് പിന്നെ എന്തെഴുതാം? ബില്ലി
മ്യാവ് മ്യാവ് കർത്തി ഹേ. റെഡിയാണോ? ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് ബില്ലിയുടെ ഇവിടത്തെ നിറം കൊടുക്കാം അല്ലെ? മാഷ് നൽകിയ ആ പൂച്ചയുടെ നിറം എന്താണ്? വെള്ള നിറം. വെള്ള നിറത്തിന് എന്താ പറയാ? യെസ്, സഫേദ് അല്ലെ? അപ്പൊ നമുക്കത് എഴുതിയാലോ? യെസ്, സഫേദ് അല്ലെ? സഫേദ് ബില്ലി ഹേ. എളുപ്പമല്ലേ മക്കളെ? എളുപ്പമല്ലേ? യെസ്, എളുപ്പമല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ പദമായിട്ട് മ്യാവ് മ്യാവ് എന്ന് എന്ത് ചെയ്യാം? കൊടുക്കാം. ക്ലിയർ ആണോ? അതേപോലെ ഇതിന്റെ പദമായിട്ട് നമുക്ക് എന്തും കൂടി കൊടുക്കാം? സഫേദ്. ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തിയ ഒരു നല്ല മനോഹരമായിട്ടുള്ള ജുംല നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞല്ലോ. ഇത്തരത്തിൽ വരുന്ന ക്രിസ്തുമസ് പരീക്ഷയിൽ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? 5 മാർക്ക് നേടാം. ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ഈ മൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം 2 കോളത്തിലാക്കിയതിനു ശേഷം തരം തിരിക്കുകയും പിന്നീട് എന്ത് ചെയ്തു? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തെ കുറിച്ച് ജുംല തയ്യാറാക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ മക്കളെ? ഇത്തരത്തിൽ നമ്മൾ എഴുതുന്നതോടുകൂടി വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 മാർക്ക് നേടാൻ കഴിയും. വളരെ എളുപ്പമല്ലേ മക്കളെ? അച്ഛാ ബെച്ചോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് മാഷ് കരുതുന്നു. എല്ലാവർക്കും നന്ദി. ബൈ.